വെറുതെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് 742 കോടി രൂപ ബാങ്കിലിട്ടിട്ട് നാട്ടുകാരെ അവരെ സഹായിക്കാൻ കൊടുത്ത പൈസ ഒരു സഹായം കൊടുക്കുന്നില്ല, ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല. ഈ ധനസഹായങ്ങളെല്ലാം നിർത്തി. എന്നിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. 742 കോടി സർക്കാരിന് കിട്ടി. സർക്കാർ അത് ബാങ്കിലിട്ട് പലിശ എടുത്ത് ജീവിക്കുന്നതിനാണ് വ്യാപകമായിട്ടുള്ള പ്രതിപക്ഷ പ്രചാരണം. സത്യത്തിൽ ആ 742 കോടി നമ്മൾ എങ്ങനെയാണ് മിനിസ്റ്ററെ വിനിയോഗിച്ചത്? സത്യം എന്താണ് അതിലെ? ആ 742 കോടി ഓരോ ഘട്ടത്തിലും ചെലവഴിക്കേണ്ട ഘട്ടത്തിൽ ചെലവഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഈ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പറയുന്നു, ഏത് സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയമാക്കാം. ഈ പണം എങ്ങനെ അഡ്വാൻസ് ആയ ആളുകൾക്ക് കൊടുക്കും? ഡിസംബർ മാസത്തിൽ ചെലവഴിക്കേണ്ട സംഖ്യ 2025 ഡിസംബർ മാസത്തിൽ ചെലവഴിക്കേണ്ട സംഖ്യ 2025 ജനുവരി മാസം തന്നെ വിതരണം ചെയ്ത് സർക്കാരിന് കിട്ടിയ കാശങ്ങ് തീർത്തു എന്ന് പറയലാണോ? 410 വീടുകൾ അവിടെ നിർമ്മിച്ചു വരുന്നുണ്ട്. അതിന്റെ പണം കൊടുക്കാനുണ്ട്, വാടക ഇനത്തിൽ കൊടുക്കാനുണ്ട്. ഇനി കണക്ക് പൂർത്തീകരിച്ച് വരുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ പിന്നെ കച്ചവടക്കാർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. പുതിയതായി നിർമ്മിക്കേണ്ട സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള പണം കൊടുക്കാനുണ്ട്. ഗവൺമെന്റ് ഈ 745 കോടി രൂപയിൽ ഒരു രൂപ പോലും വയനാട് ഇതര ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുകയോ മാറ്റിവെക്കുകയോ വഴിമാറ്റുകയോ ചെയ്യില്ലെന്നും അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ ഒരു പ്രയാസമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തു. സർക്കാർ എന്തെല്ലാമായിരിക്കണം അത്യന്തികമായി അവിടെ നിർമ്മിക്കപ്പെടേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുകയും ആ പ്ലാൻ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുകയും കണ്ടെത്തിയ തുക ഘട്ടം ഘട്ടമായി ആവശ്യഘട്ടങ്ങളിൽ വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആ ഘട്ടത്തിൽ തന്നെ കൃത്യതയോടുകൂടി വിശദീകരിക്കുന്നുണ്ട്. സേതു ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ദുഃഖത്തിനിടയിലുള്ള തമാശ, ഈ പ്രഖ്യാപനം നടത്തിയിട്ട് ഒരു രൂപ പോലും ഗവൺമെന്റിന് തരേണ്ടതില്ല എന്ന് പ്രസംഗിക്കുകയും STRF പിന്നെ CMDRF പണം കൊടുത്തു പോകരുത് എന്ന് വാദിക്കുകയും ചെയ്യുന്നവരുടെ ഇപ്പോഴത്തെ പ്രസംഗം കേവലം രാഷ്ട്രീയലാക്കാണ്. സർക്കാരിന്റെ പിന്തുണയുമായിട്ട് ലക്ഷക്കണക്കിന് രൂപ വയനാടിന് വേണ്ടി നൽകിയതാണ്. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ അന്നത്തെ KPC പ്രസിഡന്റ് അന്ന് കെ സുധാകരനായിരുന്നു. രമേശ് ചെന്നിത്തല സർക്കാരിന് ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞതിനും കാശ് കൊടുത്തതിനും അദ്ദേഹത്തെ പരസ്യമായി കുറ്റപ്പെടുത്തിയ സൗണ്ട് ബൈറ്റ് ഇപ്പോൾ നമ്മുടെ അടക്കം കൈവശമുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു പ്രതികരണം കൂടി വന്നത്. അല്ല, ഞാൻ പറഞ്ഞത് PR വർക്ക് കൊണ്ട് നേരത്തെ പറഞ്ഞത് മാറ്റാൻ പറ്റുമോ ആർക്കെങ്കിലും? കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയത് സർക്കാരിനോട് കണക്ക് ചോദിക്കുന്നവർ പ്രത്യേക പോർട്ടൽ ഉണ്ടാക്കി ആപ്പ് ഉണ്ടാക്കി പിരിച്ചു എന്ന പണത്തിന്റെ കണക്കെത്ര എന്ന് നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ? ഞങ്ങൾ ചോദിക്കില്ല, ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വമില്ല. പക്ഷേ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ആ തുക എത്ര കിട്ടി ഞങ്ങൾക്ക്? 100 എങ്കിൽ 100, കോടിയെങ്കിൽ കോടി, 100 കോടിയെങ്കിൽ 100 കോടി, ഞങ്ങൾക്ക് എത്ര കിട്ടി, അതെങ്ങനെ വിനിയോഗിക്കും എന്ന് പറയാൻ മാന്യത കാണിക്കാതെ സർക്കാരിനെ ആക്രമിക്കുന്നത് കേവല രാഷ്ട്രീയ പ്രേരണയാണ്. ഞങ്ങളതിലൊന്നും തല കൊടുക്കുന്നില്ല. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യരെ ആശങ്കപ്പെടുത്തി അങ്ങനെ കുളം കലക്കി എന്തെങ്കിലും നേടാം എന്നൊരു കാരണവശാലും ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ ശ്രമിക്കരുത്.